നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ജീവിതത്തിൽ ആരെങ്കിലും ദിനേശേ നിനക്ക് മരണഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഞാൻ പറയില്ല എന്ന്. അതിനർത്ഥം ജീവിച്ച് കൊതി തീർന്നു എന്ന് തിരിച്ചു ചോദിച്ചാൽ, അല്ലെങ്കിൽ ജീവിച്ച് കൊതി തീർന്നു ദിനേശേ എന്ന് തിരിച്ചു ചോദിച്ചാൽ, അതും ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു, ഒട്ടും കൊതു തീർന്നിട്ടില്ല. എനിക്ക് ഒരുപാട് കാലം ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്യാമറയുടെ മുന്നിൽ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജീവിതയാത്രയിൽ സമ്പന്നനായിരുന്നപ്പോൾ കൂടെ കൂടിയ ബന്ധുബലങ്ങൾ ദിനേശ് പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോൾ, കിടപ്പാടം വിറ്റ് കടം വീട്ടിയിട്ട് വാടക വീട്ടിലാണ് താമസം എന്നറിഞ്ഞപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാത്തവരായി എൻ്റെ ബന്ധുക്കൾ. എൻ്റെ എന്നല്ല, സിന്ധുവിൻ്റെയും എൻ്റെയും ബന്ധുക്കൾ. ഇവൻ വാടക വീട്ടിൽ താമസമായി. നമ്മുടെ ഒരു ഇതനുസരിച്ച്, നമ്മളെ ജീവിക്കുന്ന നിലവാരം അനുസരിച്ച് വാടക വീട്ടിൽ താമസിക്കുന്ന ദിനേശിനെ പോയി കാണേണ്ട കാര്യമില്ല, അവനെ വിളിക്കേണ്ട കാര്യമില്ല, അവൻ ബന്ധുവാണെന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എൻ്റെ ബന്ധുക്കളങ്ങ് തീരുമാനിച്ചു. മോശമല്ലാതെ ബന്ധുക്കളിൽ പലരെയും വളരാനും പഠിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കൈയച്ച് സഹായിച്ച ഒരാളാണ് ഞാൻ. തിരിച്ചൊന്നും ചെയ്യണ്ട. വല്ലപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും തിരക്കാതെ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നത്, എന്നോട് വീണ്ടും ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചാൽ ഒരു 5 പവൻ സ്വർണം പണയം വയ്ക്കാൻ തരുമോ, ഒരു 10,000 രൂപ കടം തരുമോ എന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ജീവിതത്തിൽ സമ്പത്താണ് എല്ലാത്തിൻ്റെയും അളവുകോലെന്ന് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചപ്പോഴും ഇന്നും എനിക്ക് പണമല്ല, അല്ലെങ്കിൽ സമ്പത്തല്ല മുഖ്യം. എന്നെ അറിയാവുന്നവർക്കറിയാം, വാടക വീട്ടിൽ കഴിയുമ്പോഴും ഞാനൊരു സമ്പന്നനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സ്വയം കരുതുന്നത് അങ്ങനെയാണ്. ഞാനൊരു സമ്പന്നനാണ്. അതെങ്ങനെ സമ്പന്നൻ എന്ന് ചോദിച്ചാൽ, മലയാളത്തിലെ 1ാം നിരയിലുള്ള എല്ലാ പുസ്തകങ്ങളും കൈവശമുള്ള ഒരു സമ്പന്നനാണ് ഞാൻ. ഒരുമാതിരിപ്പെട്ട മ്യൂസിക് ക്ലാസിക്കുകളൊക്കെ കൈവശമുള്ള, അത് ദിനവും ഒരുപാട് നേരം കേൾക്കുന്ന സമ്പന്നനാണ് ഞാൻ. എനിക്ക് പാട്ട് കേൾക്കാതെ ഒരു ജീവിതമില്ല. 10-40 വർഷം സിനിമ സീരിയൽ രംഗത്ത് നിന്നിട്ടും ഒരാളെ പറ്റിച്ചവൻ, ഒരു കഥ മോഷ്ടിച്ചവൻ, ഒരു പെണ്ണിനെ സിനിമയിൽ ചതിച്ചവൻ, നന്ദികേട് കാട്ടിയവൻ മുതലായതൊന്നും കേൾപ്പിക്കാതെ ജീവിച്ച സമ്പന്നനുമാണ് ഞാൻ. 1,18,00,000 കടക്കാരനായപ്പോഴും സമ്പന്നനെ പോലെ ജീവിച്ചവനാണ് ഞാൻ. കാശ് തന്നവരെ കാണാതെ മുങ്ങാതെ തന്നവരുടെ മുന്നിൽ തല നിവർത്തി തന്നെ നിന്ന സമ്പന്നനായിരുന്നു ഞാൻ. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മാണി സി കാപ്പൻ, ഇപ്പോഴത്തെ പാലാ MLA മാണി സി കാപ്പൻ്റെ മകളുടെ കല്യാണം പാലയിൽ. അപ്പോൾ എൻ്റെ ചിലുവിളക്കിലെ നായകനായിരുന്നല്ലോ. അങ്ങനെ ഞാൻ മാണി സി കാപ്പൻ്റെ മകളുടെ കല്യാണത്തിന് പോയി. എനിക്ക് തോന്നുന്നു കോട്ടയത്തു നിന്ന് ജോസ് തോമസിൻ്റെ കൂടെയാണ് പോയെന്ന് തോന്നുന്നു, കാറിൽ. തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിന് വേണ്ടി കാത്തിരുന്നു. ശബരിമല സീസണാണ്. വരുന്ന ട്രെയിനിലെല്ലാം 2 സൈഡിലും ഈ ഹാരങ്ങളൊക്കെ കെട്ടി അണ്ണാച്ചിമാരാണ് മൊത്തം. എന്തോ ഓരോ ട്രെയിൻ വരുമ്പോഴും ഇതിൽ പോകണ്ട, ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് എന്ത് മലമറിക്കാൻ എന്നുള്ള രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്നു അടുത്തേക്ക് പോകാൻ പറഞ്ഞിട്ട്. ഇനി എന്ത് എന്ന ചോദ്യത്തിന്, ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ചിന്തിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് തോന്നി. കാരണം ആരുടെയും ശല്യമില്ലല്ലോ. ഇന്നത്തെ പോലെ എന്നെ ആർക്കും, എൻ്റെ മുഖം ആർക്കും പരിചയമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരു ഫോൺ വന്നു. ഞാൻ എടുത്തു നോക്കുമ്പോൾ സിബിമലയിലാണ് വിളിക്കുന്നത്. അന്ന് ഞാൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സിബി സാറ് അതിൻ്റെ ചെയർമാനാണ്. ദിനേശ് എവിടെയുണ്ട് എന്ന് ചോദിച്ചു. കോട്ടയത്ത്. അവിടെ എന്ത് പരിപാടി? നമ്മുടെ മാണി സി കാപ്പൻ്റെ മകളുടെ വിവാഹത്തിന് വന്നതാണ്. കഴിഞ്ഞ വിവാഹം കഴിഞ്ഞു, ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക്. ദിനേശിൻ്റെ യാത്ര എങ്ങനെയാണ്?
ഞാൻ പറഞ്ഞു ട്രെയിനിൽ. ദിനേശ് സ്റ്റേഷനിലെത്തിയില്ലേ എന്ന് ചോദിച്ചു. സ്റ്റേഷനിലാണ് സാർ. ട്രെയിൻ വരാറായോ? ഞാൻ പറഞ്ഞു ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞു ദിനേശ്, അതേപ്പറ്റി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. പറയണം സാർ. ദിനേശ് വലിയ കടക്കാരനാണോ? എന്തു പറ്റി സാർ? ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയും. ആണ് സാർ, നല്ല കടക്കാരനാണ്. എത്രയുണ്ട് കടം? സത്യത്തിൽ എനിക്ക് ചിരി വന്നു. ആ ചിരിയോടെ ഞാൻ പറഞ്ഞു, 1,18,00,000 രൂപയുടെ കടമുണ്ട്. അപ്പോൾ മറുവശത്ത് ശബ്ദമൊന്നുമില്ല, നിശബ്ദമാണ്. ഞാൻ പറഞ്ഞു സാർ എന്ന് വിളിച്ചു. ദിനേശേ, ഞാൻ അറിഞ്ഞ തുക ഇതിലല്പം കുറവാണ്. 1,18,00,000 ആരും പറഞ്ഞില്ല. 1 കോടി ഏറ്റവും പറഞ്ഞാണ് പുള്ളിയോട്. ഇല്ല സാർ, 1,18,00,000 രൂപയുടെ കടമുണ്ട്. അടുത്ത മാസം ആകുമ്പോഴേക്കും അത് 1,20,00,000 മാറും. കാരണം പലിശയ്ക്ക് കൊടുക്കാൻ, പലിശയ്ക്ക് എടുത്താണ് പലിശകൾ കൊടുക്കുന്നത്. ദിനേശ്, ഞാൻ കരുതിയത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള 21 പേരിൽ ഏറ്റവും സമ്പന്നനായ ആൾ ദിനേശ് എന്നാണ്. ദിനേശിൻ്റെ വസ്ത്രധാരണം, തമാശകൾ പറഞ്ഞുള്ള വർത്തമാനം, ഒരിക്കലും ദിനേശ് ഇത്രയും വലിയ തുകയുടെ കടക്കാരനാണെന്ന് കാണുന്നവർക്ക് തോന്നില്ല ദിനേശ്. ഞാൻ പറഞ്ഞു സാർ, ഇത്രയും കടമുള്ള ഞാൻ മുഷിഞ്ഞ ഡ്രസ്സിട്ട്, താടി വളർത്തി, കുളിക്കാതെ അല്പം കഴിച്ചൊക്കെ നടന്നാൽ എൻ്റെ കടം തീരുമോ സാർ? നിങ്ങളൊക്കെ ആയിട്ടുള്ള സൗഹൃദം കുറയും എന്നതിനപ്പുറം കടം തീരില്ല സാർ. അവിടെ ആ സംസാരം അവസാനിച്ചു. എന്നെ രക്ഷപ്പെടുത്താനായി സിബിമലയിലും കമലും കൂടി ആലോചിച്ചു എന്ത് ചെയ്യാമെന്ന്. ഇപ്പോൾ എൻ്റെ വർഗശത്രുവാണ് കമലെങ്കിലും ഉള്ളതുപോലല്ലേ പറയാവൂ. ജനറൽ സെക്രട്ടറിയായ കമലും ചെയർമാനായ സിബിമലയിലും കൂടെ ആലോചിച്ചു നമുക്ക് ദിനേശിനെ എങ്ങനെ സഹായിക്കാം. അവരൊരു കാര്യം ചെയ്തു. 2 പേർക്കും പറയാൻ സ്വാതന്ത്ര്യമുള്ള തിരക്കഥാകൃത്ത് ഗിരീഷ് കുമാറിനോട്, വെറുതെ ഒരു ഭാര്യയ്ക്ക് എഴുതിയ ഗിരീഷ് കുമാറിനോട് നമ്മുടെ ദിനേശിന് അത്യാവശ്യമായി ഒരു സീരിയൽ നൽകി സഹായിക്കണമെന്ന് ശക്തമായ ശുപാർശ ചെയ്തു. അന്ന് ഗിരീഷാണ് മലയാള മനോരമ, മഴവിൽ മനോരമയുടെ ഫിക്ഷൻ്റെ ഹെഡ്. ഇവർ ഇരുവരും പറയുന്നതിന് എത്രയോ മുമ്പ് ഞാൻ ഗിരീഷിന് നിരവധി തിരക്കഥകൾ കൊടുക്കുകയും അതിൽ പലതും അയാൾ എന്നോട് ചോദിക്കാതെ മറ്റ് പലർക്കും മറിച്ചു കൊടുത്ത് ചെയ്യിച്ച് പണവും വെള്ളവും മാത്രമല്ല മാന്യന്മാർക്ക് ചേരാത്ത പലതും വാങ്ങി സുഖിച്ച് ജീവിക്കുന്ന കാലമായിരുന്നു അത് ഇവർക്കറിയില്ല. മദ്യപിക്കാത്ത ഞാൻ മദ്യം വാങ്ങി കൊടുക്കില്ല. കൈക്കൂലി ജീവിതത്തിൽ കൊടുക്കാത്ത ഞാൻ അതും ചെയ്യില്ല. ഇന്നേ വരെ സിനിമയിൽ വ്യഭിചരിച്ചിട്ടില്ലാത്ത ഞാൻ അതിനും വഴങ്ങില്ല. 1-2 ആഴ്ചയ്ക്ക് ശേഷം, ഞാനിത് അറിയുന്നില്ല, സിബിമലയിലും കമലും വിളിച്ചിരുന്നു. ഞാൻ വീണ്ടും ഗിരീഷിനെ മഴവിൽ മനോരമയുടെ ഓഫീസിൽ പോയി കണ്ടപ്പോൾ എന്നെ ഒന്ന് നന്നായിട്ട് ആക്കണം, ഇവനൊന്ന് ഇരുത്തണം എന്ന് ഗിരീഷിന് തോന്നി. സിബിമലയിലും കമലും റെക്കമെൻഡ് ചെയ്താൽ ഞാൻ ദിനേശിന് പരമ്പര തരുമെന്ന് കരുതിയോ എന്നാണ് അയാൾ ആദ്യം ചോദിച്ചത്. ഒരു വന്യമായ വൃത്തികെട്ട ഒരു ചിരി ഉണ്ടായേക്ക്. ഈ നേരത്തെ പറഞ്ഞ പോലെ ആക്കണ ഒരു ചിരി ഉണ്ടായേക്ക്. ഈ കേസൊന്നും എടുക്കില്ലായിരുന്നു, ഞാൻ മൂക്കാമണ്ട ഇടയ്ക്ക് ഇടിച്ചു കൊടുത്തന്നെ. അങ്ങനത്തെ ഒരു വഷളം ചിരി ഉണ്ടായേക്ക്, നമ്മളെ കളിയാക്കുന്ന. അതായത് നമ്മൾ ഈ കയ്യും കാലും ഇട്ട് അടിച്ച് ജീവിതത്തിൽ എന്താ പറയുക ആത്മഹത്യയുടെ വക്കി നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒന്നാമത് ഈ അരൂർ മഴവിൽ മനോരമയുടെ ഓഫീസിലൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ നല്ല പൈസ ചിലവാകും. നമ്മൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് അരൂർ വരെ എത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സിനിമാക്കാരനെന്നല്ലേ പറയണേ. അങ്ങനെ ചെല്ലുമ്പോൾ ഇയാളുടെ ഒരുമാതിരി ആക്കിയ വർത്തമാനവും ആക്കിയ ചിരിയും കാണുമ്പോൾ സത്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരൊറ്റ ഇടിച്ചു കൊടുത്തിട്ട് സീരിയൽ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിക്കുക. അത്ര നമ്മളെ ക്രൂവലായിട്ട് അയാൾ ഹരാസി. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ പറയുന്നത് സിബിമലയിലും കമലൻ റെക്കമെൻഡ് ചെയ്താൽ ഞാൻ ദിനേശിന് പരമ്പര തരും എന്ന് കരുതിയോ എന്ന്. അതുകൊണ്ടാണ് ചോദിക്കണേ. ഞാൻ അവരെ കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളോടൊന്ന് ശുപാർശ ചെയ്യാമോ എന്ന് ദിനേശ് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അല്പം ഷാർപ്പായിട്ട് പറഞ്ഞു. അവർ മനുഷ്യപ്പറ്റുള്ളവർ ആയതിനാൽ ഒരു സഹജീവി ആത്മീയതയുടെ വക്കിൽ നിൽക്കുന്നു എന്ന് തോന്നിയപ്പോൾ സഹായിക്കാനായി നിങ്ങളോട് പറഞ്ഞതാവും, അതെൻ്റെ കുറ്റമല്ല എന്ന് ഞാൻ പറഞ്ഞു.
അവിടെ നിർത്തി. മഴവിൽ മനോരമയുമായിട്ടുള്ള പരമ്പര അന്വേഷിച്ച് പോകുന്നതിൻ്റെ പണി അവിടെ ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഈ ഗിരീഷ് പുറത്താകുന്നതുവരെ, മഴവിൽ മനോരമയിൽ നിന്ന് പുറത്താകുന്നതുവരെ ഞാൻ അരൂരിലേക്ക് പോയിട്ടേ ഇല്ല. പിന്നെ കലവൂർ രവികുമാർ വന്ന ശേഷമാണ് ഞാൻ പോയത്. എൻ്റെ സ്നേഹിതനാണ് കലവൂർ രവികുമാർ. പക്ഷേ കലവൂർ രവികുമാർ അടക്കമുള്ള മാന്യന്മാർ ചാനലുകളിൽ സീരിയലിൻ്റെ ചുമതലക്കാരായപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഏത് മാന്യനായ നല്ല മനുഷ്യനും സീരിയൽ ചുമതലക്കാരനായാൽ ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കും, ഉറപ്പാണ്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എത്ര മാന്യനായ ജെൻറ്റിൽമാനായ ആളായാലും ശരി, ഫിക്ഷൻ്റെ ചുമതലയുമായിട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ വന്നാൽ അവൻ നക്കും. അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ചില സ്റ്റെപ്പിനികളെ ഉണ്ടാക്കിയെടുക്കും ഈ ഹെഡായിട്ടിരിക്കുന്ന ആൾ. ഈ സ്റ്റെപ്പിനി വഴിയായിരിക്കും കച്ചവടം എല്ലാം നടത്തണേ. ഞാൻ ആ പോസ്റ്റിൽ വന്നാൽ ഞാനും ഇതൊക്കെ ആകും ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. ആ സീറ്റിലിരുന്നാൽ പണത്തിൻ്റെ കെട്ട് വന്ന് വീണ് നമ്മളെ വഴിതെറ്റിക്കുമെന്ന് എനിക്ക് തോന്നി. ഒപ്പം മദ്യവും മധുരാശിയും ഒക്കെ വരും. കൊടുക്കുന്നവനും വാങ്ങുന്നവനും പരാതിയില്ല. ഞാൻ ഒരു പെണ്ണും കുട്ടി കൊടുത്തിട്ടാണ് എനിക്കൊരു സീരിയൽ കിട്ടിയെങ്കിലും എനിക്ക് സീരിയൽ കിട്ടിയില്ലേ എന്ന് ഞാൻ വിചാരിക്കും. അവന് സീരിയൽ കൊടുത്തെങ്കിലും എനിക്ക് സൂഹിക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നില്ല എന്ന് യവനും വിചാരിക്കും. അപ്പോൾ രണ്ടുപേർക്കും തർക്കമില്ല. ഞാൻ പറഞ്ഞു വന്ന കഥ വഴിമാറിപ്പോയി. മരണത്തെയും മരണഭയത്തെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. വേണു നാഗവള്ളിയുടെയും മണ്ണാറക്കയം ബേബിച്ചേട്ടൻ്റെയും മരണമുഹൂർത്തം അടുത്തെത്തിയത് കാണാനായ ഹതഭാഗ്യനായ ആളാണ് ഞാൻ. മണ്ണാറക്കയം ബേബി നിങ്ങൾക്കറിയാമോന്ന് പറഞ്ഞുകൂടാ, കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി. എന്നെ വളരെ ഒരു അനിയനെ പോലെ സ്നേഹിച്ച ആളായിരുന്നു. സമൃദ്ധമായ താടിയും കട്ടിക്കണ്ണടയും നൂലുപോലുള്ള സ്വർണ്ണമാലയും ഇട്ട എൻ്റെ ഗുരുനാഥൻ ജേസു സാറിനെ വിവരം കെട്ട ഏതോ നേഴ്സ് മരിക്കുന്നതിന് അല്പം മുമ്പ് താടിയെ വടിച്ച് കളഞ്ഞ് വിരൂപനാക്കി നിശ്ചലനായി കിടക്കുന്ന സാറിനെ കണ്ട് വിങ്ങിപ്പോയ ആളാണ് ഞാൻ. ഇത്രയേ ഉള്ളൂ ജീവിതം. മരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതമെന്ന് എന്നെ ചിന്തിപ്പിച്ചതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. വീടിനുള്ളിൽ, സ്വന്തം വീട്ടിനുള്ളിൽ എൻ്റെ അനുജൻ തൂങ്ങി നിൽക്കുന്നത് അറിഞ്ഞ് ചെന്നപ്പോഴും പിറ്റേന്ന് കീറി മുറിച്ച് ചിതയിലേക്ക് എടുക്കാനായി കൊണ്ടുപോയപ്പോഴും ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. അവസാനമായിട്ടൊന്ന് കാണണ്ടേന്ന് നടനും സംവിധായകനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ പി ശ്രീകുമാർ നിർബന്ധിച്ചിട്ട് പോലും ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ്റെ രൂപം എൻ്റെ മനസ്സിലുള്ളത് മായണ്ട എന്ന് തോന്നി. ഞങ്ങൾ അവന് 2.5 എനിക്ക് 3.5 വയസ്സുള്ള മുതൽ എടാ ചേട്ടാ എന്ന് വിളിച്ച് വളർന്നവനല്ലേ. ഈ നമ്മുടെ ചാനലിൻ്റെ താഴെ വന്ന് ഏതോ ഒരു എംബോക്കി ഒരിക്കൽ എഴുതി എൻ്റെ അനുജൻ്റെ ഭാര്യയുമായിട്ട് എനിക്ക് വഴിവിട്ട് എന്തോ ബന്ധമുള്ളതാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ ആലോചിച്ചു, ദ്രോഹികൾ എന്തെല്ലാം പറയുന്നു എന്നെപ്പറ്റി. കഥ പിന്നെയും വഴിമാറി. 2010 ഏപ്രിലിൽ നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പനയും മോളും ന്യൂസിലൻഡിലേക്ക് ഒരു യാത്ര പോയി. കൽപ്പനയെ ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കാരണം കോവി സർള എന്ന് പറഞ്ഞ നടിയെയാണ് ഞാൻ എൻ്റെ സിനിമയിൽ ലാലിൻ്റെ കാമുകിയായിട്ട് വെച്ചത്. അവരെ ഒരിക്കലും എനിക്ക് ഫോണിൽ കിട്ടില്ല. അവരുടെ എർത്തുകളൊക്കെയാണ് എടുക്കുന്നത്. അവസാനം ഇവരെ ഫോണിൽ കിട്ടിയപ്പോൾ അവരെൻ്റെ പറയാണ് പെർ ഡേ 3 ലക്ഷം രൂപ അന്നത്തെ കാലത്ത്. പിന്നെ അവർ കോസ്റ്റ്യൂം, കുന്തം, കുടച്ചക്രം എല്ലാം കൂടെ ചേർത്ത് ഒരു മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കൊക്കെ കൊടുക്കുന്ന പൈസ കൊടുക്കണമെങ്കിൽ ഈ സ്ത്രീയെ കിട്ടൂ. ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ഫിലിമിലെ പാക്കല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കൽപ്പനയെ വിളിച്ചത്. കൽപ്പന അപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പാവം എൻ്റെ സിനിമയിൽ വളരെ ആത്മാർത്ഥത്തോടെ. ഞാൻ 10 ദിവസമാണ് ചോദിച്ചത്. 10-11 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു. പക്ഷേ അവർ 18 ദിവസമായിട്ട് കലാരഞ്ജിനിയും കൽപ്പനയും എൻ്റെ കൂടെ 18 ദിവസമായിട്ട് താമസിച്ചിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ പ്രിയപ്പെട്ട കൽപ്പനയും മകളും കൂടി ന്യൂസിലൻഡിലേക്ക് ഒരു യാത്ര പോയി. അവിടെ നിന്ന് മെൽബണിൽ വന്നപ്പോൾ കൽപ്പന അമ്മ വിജയലക്ഷ്മിയെ വിളിച്ചു. സത്യത്തിൽ കൽപ്പനയുടെയും ഉർവശിയുടെയും കലാരഞ്ജിനിയുടെയും ഒക്കെ ഭാഗ്യമെന്ന് പറയുന്നത് ആ വിജയലക്ഷ്മി അമ്മയുടെ വയറ്റിൽ പിറന്നതുകൊണ്ടാണ്. എന്ത് മക്കളെന്ന് വിളിക്കുന്നതിൽ എന്തൊരു സ്നേഹമെന്നറിയാം. ആരെയും അവർ മക്കളെന്നേ വിളിക്കൂ. ചുറുചുറുക്കോടെ സംസാരിക്കുന്ന അമ്മയുടെ ശബ്ദം പതറുന്നതുപോലെ കൽപ്പനയ്ക്ക് തോന്നി. നനച്ചിരിക്കാതെ കടന്നുപോയ ഇളയ സഹോദരൻ നന്ദുവിൻ്റെ യാത്ര പറയൽ ദിവസം പെട്ടെന്ന് കൽപ്പനയ്ക്ക് ഓർമ്മ വന്നു. അമ്മ എന്തുകൊണ്ട് ഈ ശബ്ദം ഇങ്ങനെ പതറുന്നു എന്നുള്ളത്. നന്ദു അങ്ങനെ ആത്മഹത്യ ചെയ്തതാണല്ലോ. അപ്പം നന്ദു മരിച്ച സമയത്ത് അമ്മ ഇങ്ങനെ ആയിരുന്നിരിക്കാം.
കൽപ്പനയ്ക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്താ അമ്മ, എന്തു പറ്റി എന്ന് ചോദിച്ചു. നമ്മുടെ ലച്ചുമോൾ എന്ന് പറഞ്ഞവർ നിർത്തി. ലച്ചുമോൾ പോയി മക്കളെ എന്ന് പറഞ്ഞ് അമ്മ തേങ്ങി തേങ്ങി കരഞ്ഞു. ഒരു കണക്കിന് കൽപ്പന ന്യൂസിലൻഡിലേക്ക് പോയത് നന്നായി. കാരണം വേണ്ടപ്പെട്ടവരുടെ ചലനമറ്റ ശരീരം കാണാൻ വിമുഖതയുള്ള പ്രകൃതക്കാരിയാണ് കൽപ്പന. എപ്പോഴും കൽപ്പന പ്രാർത്ഥിക്കുമായിരുന്നു, പരിചിതരായ ആരുടെയും മൃതദേഹം കാണാൻ ഇടവരുതേ എന്ന്. അച്ഛൻ്റെ ചവറ വി പി നായരുടെ ചലനമറ്റ ബോഡി മാത്രമാണ് കൽപ്പന മരിച്ച ശേഷം കണ്ടിട്ടുള്ളത്. അനിയൻ നന്ദുവിൻ്റെയോ ചെറിയച്ഛൻ്റെയോ, ചെറിയച്ഛനെ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു നടനായിരുന്നു, ഗെറില്ല ഉണ്ണി, ചേതനേറ്റ ശരീരം കൽപ്പന കണ്ടിട്ടേ ഇല്ല. കാണാതിരുന്നാൽ അവർ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷക്കാരിയാണ് കൽപ്പന. ആ സമയത്ത് അത് വലിയ ആശ്വാസമാണ് മനസ്സിന് എന്നാണ് കൽപ്പന പറയാറ്. മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തി ലച്ചുവിനെ മദ്രാശിയിൽ അടക്കി. ഒരു മാന്യമായിട്ട് അടക്കി എന്ന് പറയാം. ലച്ചു ഇനി ഞങ്ങൾ 3 പേരുടെയും മകളായി ജനിക്കില്ല എന്ന് മരിക്കുന്നവരെയും കൽപ്പന വിശ്വസിച്ചു. ആരുടെയെങ്കിലും മക്കളുടെ മകളായി അവൾ വീണ്ടും പുനർജനിക്കണേ എന്നായിരുന്നു കൽപ്പനയുടെ പ്രാർത്ഥന. കാരണം പുനർജന്മത്തിൽ വലിയ വിശ്വാസക്കാരിയായിരുന്നു കൽപ്പന. എന്നെങ്കിലും ഞങ്ങളുടെ ലച്ചു ഞങ്ങളിൽ ആരുടെയെങ്കിലും മക്കളുടെ മകളായി മനുഷ്യജന്മത്തിൽ തന്നെ ജനിക്കണേ എന്നായിരുന്നു കൽപ്പന പ്രാർത്ഥിച്ചത്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും ആരായിരുന്നു ലച്ചു എന്ന്. ഒറ്റ വാക്കി പറഞ്ഞാൽ ലച്ചു എന്ന ലക്ഷ്മി ഒരു തത്തയാണ്. തത്ത. ചവറ വി പി നായർ വിജയലക്ഷ്മി ദമ്പതികളുടെ 5 മക്കളെയും അച്ഛനും അമ്മയും വിളിക്കുന്നതിനേക്കാൾ അലിവോടെ മക്കളെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അവരോട് വർത്തമാനങ്ങൾ പറഞ്ഞ് തോളത്തിരുന്ന് വളർന്ന ആളാണ് ലച്ചു എന്ന തത്ത. 1-2 വർഷമല്ല, 26 വർഷം ഈ താരകുടുംബത്തിലെ പ്രധാനിയായി വളർന്ന ജീവിച്ച തത്ത. ഇഷ്ടമില്ലാത്തത് കണ്ടാൽ കേട്ടാൽ പുളിച്ച തെറി പറഞ്ഞ് ഇറങ്ങിപ്പോടി എന്ന് ആജ്ഞാപിച്ചിരുന്ന ആളായിരുന്നു ലച്ചു. അവൾക്ക് ഇഷ്ടമില്ല എങ്കിൽ പുളിച്ച തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോടി എന്ന് പറയും. അമ്മേരി നിന്ന് പഠിച്ചതായിരിക്കും അത്. 15 വർഷം മുമ്പാണ് ലച്ചു മരിക്കുന്നത്. ലച്ചു മരിച്ചിട്ട് 15 വർഷമായി. അതിനും 26 വർഷം മുമ്പ് കണ്ണ് തുറക്കാത്ത പ്രായത്തിൽ ചത്തുപോയി അല്ലെങ്കിൽ ചത്തുപോകും എന്ന് പറഞ്ഞ് ഈ കിളികളെയൊക്കെ വിൽക്കുന്ന വിൽപ്പനക്കാരൻ അണ്ണാച്ചി കളയാൻ പോയ കുഞ്ഞായിരുന്നു ലച്ചു. അപ്പോൾ ഉർവശിയുടെ അനിയന്മാരായ കമൽ റോയിയും നന്ദും കൂടി എന്താ പറയുക, കിളി വാങ്ങിക്കാൻ ഒരു തമിഴിൻ്റെ കടയിൽ നിൽക്കുകയായിരുന്നു, കിളിയും മൊയിലും ഒക്കെ വാങ്ങാൻ. അപ്പോഴാണ് ഈ ചത്തുപോയി അല്ലെങ്കിൽ ചാവാറായി എന്ന് പറഞ്ഞ് ഈ കൊച്ചു തത്തക്കുഞ്ഞിനെ, കണ്ണു തുറക്കാത്ത തത്തക്കുഞ്ഞിനെ കൂട്ടിന്നെടുത്ത് ഈ അണ്ണാച്ചി പുറത്തെ ഓടയിലേക്ക് എറിയുന്നത്. 1985 നവംബർ 8-ാം തീയതിയാണ് ലച്ചുവിനെ ജീവൻ്റെ ഒരു തുടുപ്പ് മാത്രമായി കമൽ റോയ് ആ ഓടയിൽ നിന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നത്. മുട്ട വിരിഞ്ഞ് 3-ാമത്തെ നാൾ. അപ്പോൾ 5-ാം തീയതി ജനിച്ചതാണ്. നവംബർ 5-നാണ് ജനിച്ചത് 1985. അക്കാലത്ത് കൽപ്പനയുടെ കുടുംബം അശോക് നഗറിലാണ് താമസം. വീട്ടിൽ എല്ലാ പേർക്കും പക്ഷികളെയും മൃഗങ്ങളോടും മീനുകളോടും ഒക്കെ വലിയ സ്നേഹമാണ്. പുതിയ വീട്ടിൽ താമസമാക്കിയപ്പോൾ കമൽ റോയും നന്ദും കൂടി മൂർ മാർക്കറ്റിൽ പോയി ലവ് ബേഡ്സിനെയും മൊയിലുകളെയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. ഒരു തത്തയെ കടക്കാരൻ വിൽക്കുന്നതിനിടയിലാണ് കടക്കാരൻ ആ കാഴ്ച കണ്ടത്. ഒരു മുട്ടയിൽ നിന്നും വിരിഞ്ഞു വരുന്ന തത്തക്കുഞ്ഞ്. പൂർണ്ണമായും മുട്ടത്തോടിൽ നിന്ന് അത് പുറത്തു വന്നിട്ടില്ല. വരാൻ ഉറുമ്പുകൾ സമ്മതിക്കുന്നില്ല. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ദേഹം മുഴുവൻ ഉറുമ്പുകൾ കടിച്ച് പറിച്ചെടുക്കുകയാണ്. പ്രതികരിക്കാൻ ശേഷിയില്ലാതെ തുറക്കാത്ത കണ്ണുകളും അനങ്ങുന്ന ചുണ്ടുകളുമായി ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന വിലാപത്തോടെ കിടക്കുകയാണ് ആ തത്തക്കുഞ്ഞ്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അതിൻ്റെ ദേഹത്തുള്ള വഴുവഴുപ്പുള്ള ദ്രാവകം മൊത്തി കുടിച്ച് ആ കുഞ്ഞ് തത്തയെ തിന്നാൻ ശവന്തീനികൾ തയ്യാറെടുക്കുകയാണ്. കടക്കാരൻ കൂട് വൃത്തിയാകേണ്ട, ഉറുമ്പുകളുടെ ശല്യം ഒഴിവാക്കാൻ
ആ തത്തക്കുഞ്ഞിനെ നിർദാക്ഷിണ്യം എടുത്ത് പുറത്തെ ഓടയിലേക്ക് ഒരൊറ്റ എറി. പ്രിൻസ് ചെന്ന് അതിനെ വാത്സല്യത്തോടെ എടുത്തു. ഏയ് അതിനെ എടുക്കണ്ട, അത് ചത്തുപോവും, രക്ഷപ്പെടില്ല എന്നൊക്കെ തമിഴൻ കടക്കാരൻ തമിഴിൽ പേശി. കടക്കാരൻ വിലക്കിയിട്ടും വകവയ്ക്കാതെ ആ കുഞ്ഞിനെ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞു വെച്ച് കമലും നന്ദുവും കൂടി വീട്ടിൽ കൊണ്ടുവന്നു. വാങ്ങിക്കൊണ്ടുവന്ന ലവ് ബേഡ്സുകളെ വീട്ടിലെ കൂട്ടിൽ സ്വതന്ത്രരാക്കി. തത്തക്കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പ്രിൻസ് പറഞ്ഞു, ആ കടക്കാരൻ ചത്ത തത്തക്കുഞ്ഞിനെ ഓടയിൽ വലിച്ചെറിഞ്ഞു. മഹാപാവമല്ലേ അത്, നമുക്കതിനെ ഒഴിഞ്ഞ ഒരിടത്ത് കുഴിച്ചിടാം എന്നാണ് പ്രിൻസ് പറഞ്ഞത്. വിജയലക്ഷ്മി അമ്മ ടിഷ്യൂ പേപ്പർ മാറ്റി ആ ജനിക്കുന്നതിന് മുമ്പ് മരിച്ച തത്തക്കുഞ്ഞിനെ നോക്കി. അപ്പോഴാണ് അവരറിയുന്നത് അതിന് ജീവൻ്റെ തുടിപ്പുണ്ട്. വേഗം അതിൻ്റെ ദേഹം തുടച്ചെടുത്തു, ഉറുമ്പുകളെ ഒന്നൊന്നായി യമപുരിക്ക് അയച്ചു. എന്നിട്ട് ഉടുത്തിരുന്ന മുണ്ടിൻ്റെ മിന്തിയിൽ, ഈ മുണ്ടിൻ്റെ തുമ്പിനെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ മിന്തി എന്ന് പറയും, ആ മിന്തിയിൽ വച്ച് സ്വന്തം വയറിനോട് ചേർത്ത് വെച്ച് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം അമ്മ എന്ന് കമലും കൽപ്പനയും പൊടിമോളും കോറസായി പറഞ്ഞു. വിജയലക്ഷ്മി അമ്മ മക്കൾ പറഞ്ഞതുപോലെ ജപം തുടങ്ങി. അവരുടെ വയറ്റിൽ പറ്റി പിടിച്ച് ചേർന്നിരിക്കുന്ന തത്തക്കുഞ്ഞിന് ചെറിയ ചൂട് കിട്ടി തുടങ്ങി. ആ ചൂട് കിട്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുമല്ലോ. വിറയാർന്നിരുന്ന ദേഹത്ത് ആ മൃതദേഹത്തിന് ചൂട് കിട്ടിയപ്പോൾ തത്തക്കുഞ്ഞിന് തെല്ല ആശ്വാസമായി. അവരതിനെ കമ്പിളിയിൽ പുതച്ചു വെച്ചു. ഇടയ്ക്കിടെ തിളപ്പിച്ചാറ്റിയ വെള്ളം തണുപ്പിച്ചിട്ട് തുണിയിൽ മുക്കി ചുണ്ടിൽ തേച്ചു കൊടുത്തു. പാവം ആ തത്തക്കുഞ്ഞ് നക്കി നക്കി ചുണ്ടുകൊണ്ട് ആ വെള്ളം കുടിച്ചു. 3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ തൻ്റെ കണ്ണുകൾ പതിയെ ആ തത്തക്കുഞ്ഞ് തുറന്നു. 2 നാൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ശബ്ദമുണ്ടാക്കുന്ന 5 സഹോദരങ്ങളെയും മാറി മാറി നോക്കാൻ അതിന് ആയത്. ക്രമേണ ദേഹത്ത് കൊതിപ്പിക്കുന്ന വർണ്ണരാജികൾ വന്നു തുടങ്ങി. 3 മാസം പ്രായമായി. അപ്പോൾ തത്തക്കുഞ്ഞിനൊരു പേരിടണം എന്ന് തീരുമാനിച്ചു. ഈ കൊണ്ടുവന്നിരിക്കുന്ന തത്തക്കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നോക്കാൻ ഇവർക്ക് ആർക്കും അറിയില്ല. അത് പറഞ്ഞു തരാൻ പറ്റിയ ഒരാളെയും അവർക്ക് അറിയുകയില്ല. എന്തായാലും ആ കുടുംബം ഒരു തീരുമാനമെടുത്തു. ആണായാലും പെണ്ണായാലും ഇതിൻ്റെ പേര് ലക്ഷ്മി എന്നിട്ടു. തനിക്കുള്ള 5 മക്കളോടൊപ്പം വിജയലക്ഷ്മി അമ്മ ലക്ഷ്മി എന്ന ലച്ചുവിനെ കൂടി അരുമയായി വളർത്തി. 6-7 മാസമായപ്പോൾ വീട്ടിലെ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനുമൊക്കെ ലച്ചു പഠിച്ചു. ആര് 2ാം നിലയിലേക്ക് പോയാലും ലച്ചുവും കൂടെ പോവും. താഴേക്ക് ആരെങ്കിലും ഇറങ്ങിയാൽ കൂടെ താഴേക്ക്. കതകിൻ്റെ കർട്ടൻ്റെ മുകളിലിരുന്ന്, അതാണ് അവളുടെ വാസസ്ഥലമായി അവൾ ഫിക്സ് ചെയ്തത്. 1 വയസ്സായപ്പോൾ ലച്ചുവിന് വിജയലക്ഷ്മി അമ്മ മക്കൾ 5 പേരുടെയും പേരുകൾ പറയാൻ പഠിപ്പിച്ചു കൊടുത്തു. കലയും കൽപ്പനയും എല്ലാവരെയും പേരുകൾ പറയാൻ പഠിപ്പിച്ചു കൊടുത്തു. മക്കൾ ഷൂട്ടിങ്ങിനായി പോയാൽ അമ്മയ്ക്ക് കൂട്ട് ലച്ചുവായി. കള്ളക്കഥകൾ പറഞ്ഞ് വിജയലക്ഷ്മി അമ്മ ലച്ചുവിനെ ചുമ്മാ പേടിപ്പിക്കും. ജനാലയുടെ അടുത്തൊന്നും പോയി ഇരിക്കരുത്, കറുത്ത നിറത്തിലുള്ള ഒരു കൂട്ടർ പുറത്ത് തക്കം പാർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ചോദിച്ചു, എന്തിന്? നിന്നെ കൊത്തിക്കൊണ്ടു പോകാനാ. കാക്ക എന്നാണ് അവരുടെ പേര്. ക്രൂരന്മാരാ. അങ്ങനെ ലച്ചുവിൻ്റെ പേടി സ്വപ്നമായി മാറി കാക്കകൾ. നമ്മൾ കുട്ടികളെ ഉമ്മാക്കി വരും എന്ന് പറഞ്ഞ് കൊച്ചിലെ നമ്മളെയൊക്കെ പേടിപ്പിച്ചതുപോലെ കാക്കയുടെ പേര് പറഞ്ഞു കൊടുത്ത്, കാക്കയെപ്പറ്റി പറഞ്ഞു കൊടുത്ത് കാക്കകളെ ലച്ചുവിന് ഭയങ്കര പേടിയായി. അവൾ വളർന്നു, ഇവരിലൊരാളായി. എന്തു പറഞ്ഞു കൊടുത്താലും ലച്ചു പഠിക്കും. കാക്കേ കൂടവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, അവളുടെ ക്ലാരിറ്റിയുള്ള ശബ്ദത്തിൽ അവൾ പാടുമായിരുന്നു. മക്കളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അപ്പം മണിയായിട്ട് പറയും ലച്ചു എന്ന്. തത്തച്ചുണ്ട് വെച്ച് അവൾ പറയും. കൽപ്പനയുടെയും കലാരഞ്ജനയുടെയും കല്യാണത്തിനൊക്കെ വിജയലക്ഷ്മി അമ്മയും കുടുംബവും ഒരു മോളായി തന്നെ അതിനെ കൊണ്ടു നടന്നു. ട്രെയിനിലും വിമാനത്തിലുമൊക്കെ സ്പെഷ്യൽ ഓർഡർ വാങ്ങി ഇവരോടൊപ്പം യാത്ര ചെയ്ത് തിരുവനന്തപുരത്തൊക്കെ കല്യാണത്തിനൊക്കെ വരും. ലൊക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ പോവും. ഒരു ശല്യമില്ല, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല. ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ തോളിലിരുന്നോളും. അതാണ് രസം. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉർവശി അടക്കം വരുമ്പോൾ
കഥകിൻ്റെ മേളിൽ ഇരുന്നുകൊണ്ട് വിളിക്കും. ഈ വിജയലക്ഷ്മി അമ്മ വിളിക്കുന്നതിനേക്കാളും മധുരമായിട്ട് വിളിക്കും, വാ മക്കളെ വാ മക്കളെ എന്ന് പറഞ്ഞ് സ്വീകരിക്കും. അത് കഴിഞ്ഞായിരിക്കും വിജയലക്ഷ്മി അമ്മ വരുന്നത്. അതിന് ലച്ചു വിളിക്കുന്ന കേൾക്കുമ്പോഴാണ് ഉർവശി വന്നു, അല്ലെങ്കിൽ കൽപ്പന വന്നു, അല്ലെങ്കിൽ കലാരഞ്ജിനി വന്നു എന്നറിയുന്നത്. അപ്പം വാ മക്കളെ എന്ന് ലച്ചു വിളിക്കുമ്പോഴാണ് വിജയലക്ഷ്മി അമ്മ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. അമ്മ പഠിപ്പിച്ചതാണ് ലച്ചുവിനെ അതൊക്കെ. ഉർവശി കയറി വരുമ്പോൾ, ഒരിക്കലും ഉർവശി വീട്ടിലേക്ക് കയറി വരുമ്പോൾ എക്കുരി അമ്മ എന്നിരുന്ന് പാടുന്നു. ഈ എക്കുരി അമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്, നേരത്തെ രാത്രി അമ്മ എന്ന് പാടുകയാണ്. ഉർവശി നായികയായി ആദ്യം അഭിനയിച്ച മുന്താണി മുടിച്ചിലെ പാട്ട് പാടുന്നതാണ് എക്കുരി അമ്മ. കമലും പ്രിൻസും ഒക്കെ വീട്ടിൽ പാടി നടക്കുന്നത് കേട്ട് പഠിച്ചതാണ്. ഒരു ദിവസം ലച്ചു റോഡ് കാണാനായിട്ടൊന്നിറങ്ങി. കാക്കകൾ വളഞ്ഞിട്ട് കൊത്താനായിട്ട് ചുറ്റും കൂടി. കാക്കകളെ നോക്കി അയ്യോ വിട് എന്ന് ലച്ചു കേണ് അപേക്ഷിച്ചു. അപ്പം മനുഷ്യ ശബ്ദം പോലെ വർത്തമാനം പറയുന്ന തത്തയെ കണ്ടപ്പോൾ ഈ കാക്കകൾ പേടിച്ചു. അതിലേ പോയ അണ്ണാച്ചിമാരും പേടിച്ചു. നല്ല തത്ത എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് സൈക്കിളിൽ നിന്ന് ഇറങ്ങി അണ്ണാച്ചിയൊക്കെ സ്ഥലം വിട്ട്. കാരണം തത്ത നന്നായിട്ട് കാക്കകളുടെ പറയാണ് എന്നെ വിട് എന്ന്. കാക്കകൾ പേടിച്ചു പോയി. ഇതെന്ത് സാധനമൊന്നും അവർക്ക് പിടികിട്ടിയില്ല. കാക്കകൾ കൊത്തിയ ശേഷം ദേഷ്യം വരുമ്പോൾ വിജയലക്ഷ്മി ഇരുന്നുകൊണ്ട് പറയും, നാണമില്ലേടി കാക്കകളുടെ കൊത്തും വാങ്ങി നടക്കാൻ. എൻ്റെ എടീ നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബ്ലോക്കായിപ്പോയി. റോഡിൽ നിന്ന് അല്ലെങ്കിൽ ഓടയിൽ നിന്ന് എൻ്റെ മോനല്ലേടി നിന്നെ എടുത്തുകൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മിയമ്മ പ്രകോപിപ്പിക്കും ലച്ചുവിനെ. എല്ലാം കേട്ടിരുന്നിട്ട് ഒരാട്ടാണ് ലച്ചു ആദ്യം ചെയ്യുന്നത്. ഫ എന്നാക്കിയിട്ട് ഇറങ്ങടി വെളിയിൽ പട്ടി. വിജയലക്ഷ്മി അമ്മയെ വിളിക്കുകയാണ്, ഇറങ്ങടി വെളിയിൽ പട്ടി. കാരണം മക്കൾ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ വിജയലക്ഷ്മി അമ്മ മക്കളെ ശാസിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കാം. ഇത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് പറയാണ് ഇറങ്ങടി വെളിയിൽ എന്ന് പറയുകയാണ് ലച്ചു. ചില സമയം ഉർവശിയെ വിളിക്കും, പൊടിമോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കും. അപ്പോൾ ഉർവശി വിളി കേൾക്കുന്നില്ല എന്ന് കാണുമ്പം പൊടി എന്ന് വിളിക്കും. അപ്പോഴും മറുപടി ഇല്ലെങ്കിൽ എടി പൊടിപ്പട്ടി എന്നാണ് പിന്നെ ലച്ചു വിളിക്കുന്നത്. എന്നെ എന്തോന്നാ വിളിച്ചതെന്ന് ചോദിച്ച് ഉർവശി വന്നാൽ നേരെ ലച്ചു പ്ലേറ്റ് മറിച്ച് തിരിച്ചിടും. മക്കളെ വാ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കും. അതുവരെ പഠിച്ച പൊടിപ്പട്ടി എന്ന് വിളിച്ചതിനെ മുക്കിക്കളയും. ഫോട്ടോകൾ എടുത്താൽ കിളികളുടെ, എനിക്കൊരു പുതിയ അറിവാണത്, കിളികളുടെ ഫോട്ടോ ഒരുപാട് എടുത്താൽ ആയുസ് കുറയും എന്നാരോ പറഞ്ഞതിനാൽ ലച്ചുവിൻ്റെ ഫോട്ടോകൾ അങ്ങനെ എടുക്കാൻ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ നാനക്കാർ വന്നപ്പോൾ ലച്ചു ഇവരുടെ ചെറിയച്ഛനെന്ന് പറഞ്ഞ ഗറില്ല ഉണ്ണിയുടെ തോളിലിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചാടി അപ്പുറത്ത് കലാരഞ്ജിനിയുടെ തോളിലിരുന്നു. ഇത് കണ്ടപ്പോൾ കൊല്ലം മോഹൻ ഒരു ഫോട്ടോ എടുത്തു. ഗറില്ല ഉണ്ണിയുടെ തോളിലിരിക്കുന്ന ഒരൊറ്റ ഫോട്ടോയേ ഉള്ളൂ ആകപ്പാടെ ലച്ചുവിൻ്റെ. കാരണം കലാരഞ്ജിനിയുടെ തോളിലിരിക്കുന്ന എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എടുക്കരുത്, അവളുടെ പടങ്ങൾ അങ്ങനെ അധികം എടുത്താൽ അവൾക്ക് ആയുസ് കുറയുമെന്ന് അവർ പേടിച്ചിരുന്നു. ഒരു രഹസ്യം കൂടി പറയാം. കൊല്ലത്ത് ചവറയും തേവലക്കരയും അടുത്തടുത്താണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. തേവലക്കര ചെല്ലപ്പൻ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി വെച്ച് നായകനായിട്ട് ആദ്യമായിട്ട് സിനിമയൊക്കെ സംവിധാനം ചെയ്ത ആളാണ്. പിന്നെ ചെല്ലപ്പൻ പേര് മാറ്റി, തേവലക്കര ചെല്ലപ്പൻ മാറ്റി, ചെല്ലപ്പനാക്കി, ചെല്ലപ്പൻ മാറ്റി, പ്രശാന്തനാക്കി. കുറേ കോമഡി പടങ്ങളൊക്കെ എടുത്തിരുന്നല്ലോ. അപ്പോൾ തേവലക്കര ചെല്ലപ്പൻ ചവറക്കാരായ ഈ കുടുംബവുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇടയ്ക്കിടെ ചെല്ലപ്പൻ ഉർവശിയുടെ വീട്ടിൽ വരും. ഒരു നാൾ ഒരു കഥ പറയാനായിട്ട് ചെല്ലപ്പൻ കയറി വന്നപ്പോൾ അയ്യോ കാക്ക 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 വരണേ എന്ന് ലച്ചു നിലവിളിച്ചു. കാക്ക വരണമെന്ന് നിലവിളിച്ചു. ഇതിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലെ കൂട്ടുകാരൊക്കെ സ്നേഹപൂർവ്വം ചെല്ലപ്പനെ വിളിച്ചിരുന്നത് കാക്ക ചെല്ലപ്പൻ എന്നായിരുന്നു. എന്നാൽ കൽപ്പനയുടെ കുടുംബത്തിന് ചെല്ലപ്പൻ ഇങ്ങനെ ഒരു വട്ടപ്പേരുണ്ടെന്ന് അറിയില്ലായിരുന്നു. ചെല്ലപ്പൻ കരുതിയത് ഇവർക്ക് ആർക്കോ തന്നെ കാക്കയെന്ന് വിളിക്കുന്നുണ്ട് എന്നറിയാം. ഇവർ തത്തയെ പഠിപ്പിച്ചതാണെന്ന് ചെല്ലപ്പൻ വിശ്വസിച്ചു. കഥ പറയാൻ ചെല്ലപ്പൻ പിണങ്ങി. നിങ്ങൾ വീട്ടിലിരുന്ന് എന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞിരിക്കും,
അല്ലാതെ തത്ത എന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്നായി ചെല്ലപ്പൻ. അതിനുശേഷം മരിക്കുന്നതുവരെയും ചെല്ലപ്പൻ ഈ വിജയലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് ചെന്നിട്ടേയില്ല. അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമ രതീഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയ്യർ ദ ഗ്രേറ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിലൊരു തത്ത മുഖ്യ കഥാപാത്രമാണ്. അങ്ങനെ രതീഷ് വന്ന് തത്ത ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് തരണം, ഈ ലച്ചുവിനെ തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് കഴിഞ്ഞ് തത്തയെ കാണാൻ അയ്യർ ദ ഗ്രേറ്റിൻ്റെ സംവിധായകൻ ഭദ്രേട്ടനും വന്നു. തത്തയും കൊണ്ട് ആരോ ലൊക്കേഷനിൽ ചെന്നു. ഇവരിൽ ആരോ ഒരാൾ സെറ്റിൽ ഓരോരുത്തരും അവളെ ലാളിച്ചുകൊണ്ട് നടന്നു. അതിലാരോ ഒരു ബിരുദൻ മലയാളത്തിലെ നല്ല 4 തെറി ഈ എടുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ ലച്ചുവിന് പറഞ്ഞു കൊടുത്തു. അത് ജെമിനി കണ്ണൻ എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന് തോന്നുന്നു. എന്തായാലും അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ലച്ചു ഈ തെറിയാണ് വരുന്നവരും പോകുന്നവരും ഒക്കെ വിളിക്കുന്നത്. എല്ലാവരും മുട്ടം തെറിയാണ് വിളിക്കുന്നത്. അങ്ങനെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് നിർത്തി. കലയുടെയും കൽപ്പനയുടെയും ഉർവശിയുടെയും ആയമാരെയും ഡ്രൈവർമാരെയും ഒക്കെ ലച്ചുവിന് നന്നായിട്ടറിയാം. ഇപ്പോൾ കൽപ്പനയുടെ ആയ രാവിലെ കയറി വരികയാണെങ്കിൽ കർട്ടൻ്റെ മുകളിലിരുന്നുകൊണ്ട് വിളിക്കും, മിനിമോളെ ദേ ആയ വന്നു. അതുപോലെ കലയുടെയും പൊടിമോളുടെയും ഒക്കെ ആൾക്കാർ വന്നാലും വിളിച്ചു പറയും. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാലും പറന്ന് തോളിൽ കയറി കാതിൽ ചോദിക്കും, ഷൂട്ടിംഗ് കഴിഞ്ഞോ, ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞോ എന്നാണ് ചോദിക്കണത്. ഒരിക്കൽ നമ്മുടെ സംവിധായകൻ ഭരതനും KPS ലളിതയും 2 മക്കളും കൂടി വിജയലക്ഷ്മി അമ്മയുടെ വീട്ടിൽ വന്നു. 3 മണിക്ക് വന്നതാണ്. 9 മണിക്കാണ് അവർ തിരിച്ചു പോയത്. പോകാൻ നേരം വളരെ എളിമയോടെ ഭരതേട്ടൻ ചോദിച്ചു, അമ്മേ ലച്ചുവിനെ എനിക്ക് തരുമോ? അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറഞ്ഞു, എൻ്റെ 6ാമത്തെ കുട്ടിയാണവൾ, എങ്ങനെ ഞാൻ തരും ഭരത? അപ്പോൾ ഭരതൻ ചോദിച്ചു, ഒരു തത്തയെ വാങ്ങിത്തന്നാൽ ഇതുപോലെ പഠിപ്പിച്ചു തരുമോ വർത്തമാനം പറയാൻ എന്ന് ചോദിച്ചു. അപ്പോൾ മൂക്കത്ത് ചുണ്ടി വന്ന ലളിത ചേച്ചി പറഞ്ഞു, ഞങ്ങൾ 3 പേരില്ലേ വീട്ടിൽ സംസാരിക്കുന്നവരായി, അതുപോരെ എന്നായി ലളിത ചേച്ചി. അതുപോലെ ഒരു ദിവസം ഗാന്ധിപതി ബാലൻ ഉർവശിയുടെ വീട്ടിൽ ചെന്നു. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ നമ്മുടെ പെരുന്തച്ചൻ സംവിധാനം ചെയ്ത അജയൻ മാണിക്കക്കല്ല് ചെയ്യാൻ പോവുകയാണ്. അതിലൊരു മുഖ്യ കഥാപാത്രം ഒരു തത്തയാണ്. അപ്പോൾ ലക്ഷ്മിയെ തരുമോ എന്ന് ചോദിക്കാനാണ് ഗാന്ധിപതി ബാലൻ വന്നത്. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറഞ്ഞു, അവൾക്ക് അഭിനയം ഇഷ്ടമല്ല, ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കാണിക്കുന്നായി ബാലൻ. ലച്ചുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. വിജയലക്ഷ്മി അമ്മ നീട്ടി വിളിച്ചു ലച്ചു എന്ന്. വിളി കേട്ട് ലച്ചു മുകളിലത്തെ നിലയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് വന്നു. ഗാന്ധിപതി ബാലനെ കണ്ടതും എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് ലച്ചു കരയാൻ തുടങ്ങി. വേണ്ട മോളിൽ പോയി കളിക്ക് എന്നായി അമ്മ. ലച്ചു പറന്ന് മുകളിലേക്ക് പോയി, 2ാമത്തെ നിലയിലേക്ക് പോയി. തമിഴ്നാട് ദൂരദർശൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിൻ്റെ ക്രൂ ഷൂട്ട് ചെയ്യാനായി വന്നപ്പോഴും വേണ്ട എന്ന് പറഞ്ഞ് അവൾ മാറിക്കളഞ്ഞു. ലച്ചുവിൻ്റെ ഒരു പ്രത്യേകത, ഈ വീട്ടിലുള്ള 5 പേരെ മാത്രമേ ലച്ചു മക്കളെ എന്ന് വിളിക്കൂ. ഇപ്പോൾ ഭരതേട്ടൻ കുട്ടികളെ കൊണ്ട് ചെന്നാൽ ആ കുട്ടികളെ കണ്ടാലൊന്നും മക്കളെ എന്ന് വിളിക്കില്ല. ഉർവശി, കൽപ്പന, കലാരഞ്ജിനി, നന്ദു, മറ്റേ പ്രിൻസ് അല്ല പ്രിൻസിനെയും മറ്റേ മൂത്തയാളിൻ്റെ പേര്, അവർ 5 പേരെ മാത്രമേ പേര് പറഞ്ഞ് വിളിക്കൂ. വേറെ ആരെയും മക്കളെ എന്ന് വിളിക്കുകയില്ല. ഒരു കുഞ്ഞുങ്ങളെ കണ്ടാൽ പോലും വിജയലക്ഷ്മി അമ്മ മക്കളെ എന്ന് വിളിച്ചാലും അവൾ വിളിക്കില്ല. അമ്മയ്ക്ക് അസുഖം വന്നാലും മൂഡ് ഓഫ് ആയാലും കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കും. അമ്മയ്ക്ക് അസുഖം വന്നു അല്ലെങ്കിൽ അവർ മൂഡ് ഓഫായി, അപ്പോൾ കാവലിരിക്കും. ഈ കലാരഞ്ജിനിയുടെയോ കൽപ്പനയുടെയോ ഉർവശിയുടെയോ കുട്ടിക്ക് കുട്ടിയെ കൊണ്ടൊന്ന് ഇറയത്ത് കിടത്തിയാലും അതിന് കാവലിരിക്കും. അപ്പോൾ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആരെങ്കിലും അടുത്ത് വന്നാൽ ഓടിവാ ദാ ആൾ വന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. ഓ നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ജോലിക്കാരികൾ അടുക്കളയിലേക്ക് പോകും. ലച്ചു ഒരു അത്ഭുത ജീവിയായിരുന്നു. 26 വർഷമൊക്കെ ഒരു കുടുംബത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാലേ. ലച്ചുവിൻ്റെ കഥ പറയണമെങ്കിൽ ഇനിയും ഒരുപാട് കഥകൾ പറയാൻ പറ്റും. ഇന്നും നന്ദു എന്ന പ്രിൻസ് അടിക്ക് തുടിക്ക് പോയതുപോലെ തന്നെ വിജയലക്ഷ്മി അമ്മയ്ക്കും മക്കൾക്കും ലച്ചുവിൻ്റെ വേർപാടും
വേദനിക്കുന്ന ഓർമ്മയാണ്. ഞാൻ കുറേ നേരം കലാരഞ്ജിനി ചേച്ചിയായിട്ട് സംസാരിച്ചു. കലച്ചേച്ചിയുടെ അവളെപ്പറ്റി പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം കാണണം. പറഞ്ഞ് അവർ കരയും എന്നായപ്പോൾ ഞാൻ നാളെ വിളിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ വച്ചോളാം. എന്തായാലും കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ വിജയലക്ഷ്മി അമ്മയുടെയോ കലച്ചേച്ചിയുടെയോ ഉർവശിയുടെയോ കൽപ്പനയുടെയോ വയറ്റിൽ പിറന്നതായിരിക്കാം അവൾ. അല്ലെങ്കിൽ എന്തോ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ള ഉറപ്പാണ്. കാരണം കടക്കാരൻ ചത്തു എന്ന് പറഞ്ഞെടുത്ത് ഓടയിൽ എറിഞ്ഞതിനെ എടുത്തുകൊണ്ടൊന്ന് വളർത്തി 26 വർഷം ഒരു കുടുംബത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ലച്ചുവിനെ ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ പോലും അവളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ലച്ചുവിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.